ഫാസിലേ, ഓ ഈ ലൈനിൽ വേറെ കംപ്ലൈന്റ് ഒന്നും ഇല്ലാട്ടാ. നീ ഒരു കാര്യം ചെയ്യ്, ആ സർവീസ് വയർ ഒന്ന് കട്ട് ചെയ്തിട്ടേ ഒന്ന് കണക്ട് ചെയ്ത് നോക്കെ, ചിലപ്പോ അതിൽ ഫംഗസ് കാണും. അതാ ഞാൻ ചെയ്യണത്. ചെയ്തിട്ടുണ്ടത് അതിലേ ചെറിയൊരു ഫംഗസ് ഉണ്ടായി. അത് ഉരച്ച് കളഞ്ഞിട്ട് ഞാൻ ചുറ്റിയിട്ടുണ്ട്. അതിനൊരു കാര്യം ചെയ്യാം, വേണമെങ്കിൽ ഇതൊന്ന് നോക്കാം. ഏത്? മീറ്റർ. വെറുതെ ഇടാപിടിയെന്നൊന്നും പോയി ചെയ്യണ്ട, വളരെ പതുക്കെ മതി. ഇത് പതുക്കെ മതി, നമുക്കൊരു നാളുണ്ടല്ലോ. അല്ലേ നമ്മള് പണിയെടുക്കലാന്ന് കരുതും, ഒന്നും അറിയില്ല. എന്താ മീറ്ററിന് പ്രശ്നമൊന്നുമില്ല കേട്ടാ, ഇതാ സർവീസ് വയറിന്റെ പ്രശ്നം. ശരിയാണ്. നീ കാര്യം ചെയ്യ്, കറണ്ട് വന്ന് ചോദിച്ചോ. ചേട്ടോയ്, ഓയ് ഒന്ന് സ്വിച്ച് ഇട്ട് നോക്കിയേ, കറണ്ട് വന്നാന്ന് നോക്കിയേ. വന്നാ പോരി ഞാൻ എന്നിട്ട് പണിയണ്ട. വന്നേ വല്ലതും കിട്ടുമെന്തോ നോക്കാം. ഇൻഡക്ഷൻ കുക്കറിലേ മീൻ വേവിച്ചോണ്ടിരുന്നപ്പോഴാ കറണ്ട് പോയി. ഓ അത് ശരി. ഇൻഡക്ഷൻ കുക്കറിലൊക്കെ ഇപ്പോൾ ആരെങ്കിലും മീൻ വെക്കും കേട്ടാ. മീനൊക്കെ നല്ല വിറക് കത്തിച്ച് നല്ല മൺചട്ടിയിലൊക്കെ വെക്കണം, അപ്പോഴല്ലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വീട്ടുകാരി ഇവിടെ ഇല്ലാത്തോണ്ടാണ്. ശരി. എന്ത് മീനാ? കരിമീൻ. ഓ കരിമീനാണോ? എന്താ കൂട്ടത്തില്ല? കൂട്ടുക ചെയ്യും. പിന്നെ വായി പിടിച്ച് കടിക്കാത്ത എല്ലാവരും കഴിച്ചോളും. ആണോ? ഇന്നൊന്നും വേണ്ട. എന്ത് പേരെന്താ സാറിന്റെ? എൻ്റെ പേര് കനകൻ. വീട് എവിടാ? വീട് നമ്മുടെ കരോട്ടുമുക്കില്ലേ, അവിടുന്ന് ലെഫ്റ്റിലേക്ക് റോഡുണ്ട്, അതിൽ കുറച്ചൊക്കെ പോയി കഴിഞ്ഞാൽ റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞ് രണ്ടാമത്തെ വീട്. നമ്മുടെ സുലൈമാന്റെ വീടിന്റെ? അത് തന്നെ. സുലൈമാന്റെ വീട് അറിയോ? പുള്ളി എന്റെ മാമയാണ്. അതിന്റെ 2-3 വീട് അപ്പുറത്തെ എന്റെ വീട്. ഫാസിൽ എന്ന് പറയും. ഫാസിൽ അച്ഛനെ ചിലപ്പോ പറഞ്ഞാൽ അറിയുമായിരിക്കും. ഹവിൽദാർ വീരഭദ്രൻ പട്ടാളത്തിലായിരുന്നു. പിന്നെ എനിക്കറിയാം. പുള്ളി മരിച്ചുപോയി, ഇപ്പൊ ഇല്ല പുള്ളി. എന്നാ പിന്നെ ഞങ്ങള് ഇറങ്ങട്ടെ? ആയിക്കോട്ടെ. എന്തായാലും കറണ്ട് കിട്ടിയല്ലോ, സന്തോഷമല്ലേ. ഞങ്ങള് രാവിലെ വന്നാണ് ഡ്യൂട്ടിക്ക് ഫസ്റ്റ് ഇവിടെ വന്നത്. പോസ്റ്റിലൊക്കെ കയറി. സർവീസ് വയറിന് ഫംഗസ് വന്നിട്ടുണ്ടായിരുന്നേ, അപ്പൊ അത് നമ്മൾ കട്ട് ചെയ്ത് ശരിയാക്കിയിട്ടുണ്ട്. എന്തായാലും കറണ്ട് കിട്ടിയല്ലോ. ഞാനാ കയറിയത്. ഭയങ്കര വെയിലാണ്, ആരെങ്കിലും കേറാതെ പറ്റത്തില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, കറണ്ട് കിട്ടിയ. കറണ്ട് വന്നല്ല, അപ്പൊ ഞങ്ങള് പോകും ഇപ്പൊ. ആയിക്കോട്ടെ, സന്തോഷമായി. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ജോലി വേണം. 2 സ്ഥലത്ത്. ആയിക്കോട്ടെ എന്നാ ഇറങ്ങില്ലേ? അല്ല, ഞങ്ങള് രാവിലെ ആദ്യം ഇവിടെ വന്നത്. സാറിന്റെ വന്നത്. നന്നായി. എന്നാ പിന്നെ ഞാൻ അങ്ങ് അകത്തോട്ടെ. ഞങ്ങള് പോവാ. ആയിക്കോട്ടെ, ജോലി നടക്കട്ടെ. ശരി, ആയിക്കോട്ടെ. എന്താ നീ പറഞ്ഞത്? വല്ലോം തടയുന്ന? മുമ്പ് ഇവിടെ വന്നപ്പോ ഇയാളെ വാരിയായിരുന്നു, അപ്പൊ അവര് പൈസ ഒക്കെ തന്നു. ഇയാളുടെ കണ്ണും മോറും കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇയാൾ ആളൊരു കച്ചറയാണ്. ഈ വക പിശാശുക്കളാണ് നാട്ടിൽ, പിന്നെ എങ്ങനെ വന്നാവും? ഇയാളെ കരിമീന്നിട്ട് നമുക്ക് നിർത്തണം. എന്ത്? ആ സർവീസ് വേറെ വലിച്ചു പറ്റിച്ചിട്ടിട്ട് പോകാന്ന്. എടാ, അത് രജിസ്റ്ററിൽ എഴുതി വെച്ചതല്ലേ, പോട്ടാവാകോട്ട്. തീറ്റിക്കരുത് ഇയാളെ. കണ്ടിട്ട് ക്രിക്കറ്റ് കളി കാണാനാണ്, മീനും തിന്നിട്ട്. പിന്നെ വെള്ള ഷർട്ട് എടുത്തിട്ടേക്കണോ? ഇത് കഴുകി വെളുപ്പിക്കാൻ ഞാൻ വെട്ടപ്പാട് 1 കിലോ. നീ കളിക്കരുത്, ഞാൻ പാർട്ടി ഓഫീസിലേക്ക് പോവാ. നിങ്ങളുടെ പാർട്ടിയിൽ ഇതിടാതെ നിങ്ങളെ കയറ്റൂലേ? ഞാൻ പാർട്ടി മീറ്റിംഗിന് മുമ്പ് നൈറ്റ് എടുത്തിട്ടുണ്ട് പോകാൻ പറ്റുമോ? എന്നാ കൂടെ പാർട്ടി ഓഫീസിൽ പോയിട്ട് അങ്ങ് മല മറിക്കല്ലേ ഇവിടെ. വല്ല കാര്യം നടക്കണ്ടേ? എന്ത് കാര്യത്തിന് കൊടുത്തെങ്കിൽ പോണേ? ഞാനേ പാർട്ടിയുടെ ഒരു LC മെമ്പർ ആണ്. LC മെമ്പർ അല്ല, നിങ്ങൾ കുൽസി മെമ്പറാ. നിങ്ങള് ഒരു കാര്യം നടത്തൂല, ചുമ്മാ ഇങ്ങനെ ഇറങ്ങി നടന്നോളൂ. വീട്ടിലിരിക്കരുത് കേട്ടാ. പാർട്ടി ഓഫീസിൽ മീറ്റിംഗ് ഉണ്ട്, എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? പിന്നെ പോണ വഴിക്ക് ഒരു വണ്ടി നോക്കാണ്ട്. അമ്പോ, അപ്പൊ ഇനിയിപ്പോ ഇവിടെ കാർ ഷെഡൊക്കെ പണിയേണ്ടി വരുവോ? എന്താ പറഞ്ഞേ? അല്ല, നമുക്ക് കാർ ഷെഡൊക്കെ പണിയേണ്ടി വരുമോന്ന് ചോദിച്ചത്. എന്റെ തന്ത സമ്പാദിച്ചോട് വന്നിട്ടുണ്ടാടി എന്റെ ഇവിടെ വണ്ടി കാണിച്ചിടാൻ. നോക്കിയാലും മനസ്സിലാവില്ലാത്ത പൊട്ടൻ. എന്താ പറഞ്ഞേ? ഒന്നുമില്ല, പോയിട്ട് വരാ. പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണം. ഒന്നുമില്ല ക്ലിറ്റോ. ഞാൻ പോണ വഴിക്ക് ഹംസയ്ക്ക് ഒരു വണ്ടി നോക്കണം, ഫ്രൂട്ട്സ് കട. അത് കിട്ടിയാൽ എന്തെങ്കിലും കമ്മീഷൻ കിട്ടുമല്ലോ, അരി വാങ്ങിക്കണമല്ലോ. എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ ക്ലീറ്റോ, സഹിക്കാൻ പറ്റണില്ല എനിക്ക്. ഇത്തിരി തക്കാളി മേടിച്ചിട്ട് വരാൻ പറ്റുമോ കറി വെക്കാൻ? വേറെ എന്തെങ്കിലും വേണോ? അന്നൊരു 5 രൂപന്റെ മാലയും കൂടി മേടിച്ചോ. ഇമാതിരി ചൊറഞ്ഞ വർത്താനം പറയല്ലേ. വേറെ എന്തെങ്കിലും വേണം, നീ അത് പറയും. സാമ്പാർ കഷ്ണം മേടിച്ചോ, എന്താന്ന് വെച്ചാൽ മേടിച്ചോ. നിങ്ങൾ ഞാൻ എല്ലാം പറഞ്ഞു തന്നെ അങ്ങോട്ട്. ഒരു വീട്ടിൽ എന്തൊക്കെ വേണമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ചോദിക്കാന്നുള്ള എന്റെ ഒരു കടമയാണല്ലോ. ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോ ഒരു മിനിറ്റ്. ഞാനിത് ചെലവാക്കത്തില്ല.
അത് ഒരു പാർട്ടിക്കാരൻ വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ട് തിരിച്ചു വരണവരെ ഇത് പോക്കറ്റ് വേണം. അതല്ലേ ഊഴഴിക്കാൻ വരുമോ? മീറ്റിംഗ് കഴിയുമ്പോൾ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ഉള്ളതല്ലേ, ചിലപ്പോൾ അവർ നിർബന്ധിക്കും. ഞാൻ അവിടുന്ന് കഴിക്കും. നീ എന്നെ നോക്കിയിരിക്കണ്ട, നീ കഴിച്ചോ കേട്ടോ. അയ്യോ അങ്ങനെ പറയരുത്, ഞാൻ നോക്കിയിരിക്കും. ഓടി അവിടെ വേഗം വാട്ടാ. ആ പാവാണോന്ന് വെച്ചാ പാവം, പൊട്ടനാണോന്ന് വെച്ചാ പൊട്ടൻ. കർത്താവേ, കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാക്കി തരണം. ഇനി മീനേ, അയല, ചൂര, മത്തി, അരിമീൻ, കരിമീൻ, കരിമീൻ, മീനെ, മീനേ, മീന്, മീനേ, മീനേ, ആവശ്യങ്ങൾ മീന്, മീനേ, അയല, മത്തി, ചൂര, കരിമീൻ, കരിമീനെ, കരിമീൻ, എന്താ മീൻ? കരിമീൻ, കരിമീൻ, കരിമീൻ. ആ സാറിനാണോ? ഈ ഇവിടെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഞാനിവിടെ ആദ്യമായിട്ടാ. ആദ്യമായിട്ടാണ്. അല്ല, നമ്മളെ ഇവിടെ സ്ഥിരം ഒരു മീൻകാരൻ ഉണ്ടായിരുന്നു. അത് നമ്മുടെ അളിയനാ. ഓ, അളിയനാണല്ലേ? ആ, ഇത് ശരി. അളിയൻ ഗൾഫിൽ പോയി. ഓ, അപ്പൊ ഞാൻ എന്തുണ്ട് മീന്? കരിമീൻ, അയലയുണ്ട്, ചൂരയുണ്ട്, മത്തിയുണ്ട്, നല്ല പിടയ്ക്കുന്ന കരിമീനുണ്ട്. ഈ പിടയ്ക്കണ കാര്യമൊന്നും പറയണ്ട, ഇതൊക്കെ നിങ്ങളെ സ്ഥിരം പല്ലവി. ഒറിജിനൽ കരിമീൻ, ഒറിജിനൽ കരിമീൻ ഇരിക്കുന്നുണ്ട്. അടിപൊളി കരിമീനാണ്. സാധനം കൊള്ളാം. എങ്ങനെ വില? വില വളരെ കുറവാണ്. ഇനിയിപ്പോൾ 6 കരിമീനുണ്ട്. 600 രൂപയ്ക്ക് സാറിന് തരാം. 6 കരിമീൻ്റെ 600 രൂപ? ഇല്ല സാർ, ഇതോ അവിടുത്തെ വീട്ടിലെ 6 കരിമീൻ 1200 രൂപയ്ക്ക് അവിടുത്തെ. അയ്യോ. ആ സാർ നമ്മളെ അളിയൻ്റെ സ്ഥിരം കസ്റ്റമറായണ്ടാ ഞാൻ പറഞ്ഞത് 600 രൂപയ്ക്ക് തരാമെന്ന്. വേറെന്തോന്ന്? ദാമോദരൻ. ദാമോദര എന്നാൽ അത് വില കൂടുതലാണ്. ഇല്ല, 6 കരിമീനിന് 600 രൂപ ഒരിടത്തും ഇല്ല. എൻ്റെ ഒരു സാറേ, കരിമീനിന് ഭയങ്കര വിലയാണ്. ദാമോദര കച്ചവടം തുറവ് ഒരു വിട്ടുവീഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ഇനി മാത്രമല്ല ദാമോദര, ഈ 6 മീനും ചുമന്നുകൊണ്ട് ഇങ്ങനെ വിലയെ നടന്നാൽ ഭാരം എന്തിനാണ് ചുമക്കണത്? എൻ്റെ പൊന്ന് സാറേ, എനിക്ക് ഇത് കഴിഞ്ഞാൽ ചുമട്ടാണ്ട് പണി. അതുകൊണ്ട് ഭാരം ചുമക്കുന്നത് വലിയ പ്രശ്നമില്ല. സാറൊന്ന് കൊതി ഇറക്കി വെള്ളം ഇറക്കാതെ മേടിക്കുന്നെങ്കിൽ പറ്റും. ഒരു കാര്യം ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. 500 രൂപയ്ക്ക്. 500, 450 പോരെ? അയ്യോ സാറേ, 500 രൂപയ്ക്ക് സാറിന് ഭയങ്കര ലാഭം. ഇത് എന്താ ലാഭം? 500 രൂപയ്ക്ക് സാറ് ഞാൻ 6 കരിമീൻ അങ്ങോട്ട് തരുന്നത്. ഒരു കരിമീൻ ഫ്രീ. അതെ? ആ ഫ്രീ. അത് പറഞ്ഞില്ലല്ലോ. എന്നൊരു കാര്യം ചെയ്യും, ഇത് വെച്ചോ. അതെ, ഈ പൈസക്ക് ഒരു പ്രത്യേക വിലയുണ്ട്. അതുണ്ട്, ഉണ്ട്, ഉണ്ട്. പോക്കറ്റ് ഇടാത്ത എന്തെങ്കിലും തന്നെ നോക്കട്ടെ. സാധനം ഫ്രഷല്ലേ? നോക്കാല്ല, ഫ്രഷ് പിടയ്ക്കുന്നുണ്ടായിരുന്നു. അല്ല, വേറൊരു കാര്യം, ഇത് എൻ്റെ വീട്ടിലൊന്ന് കൊടുത്തേക്കണം. വീടിപ്പോ സാറിന്റെ വീട് എനിക്ക് അറിയാവുന്നില്ല. അതാണ്ട് ഇതുവഴി ഇറങ്ങി പോയാൽ നേരെ എന്റെ വീടാ. ഞാനേ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയ വഴി ഇനി തിരിച്ച് വീട്ടിൽ കയറുന്ന മോശം. ഞാൻ കൊടുത്തേക്കാം. അപ്പൊ ഇവിടുന്ന് നേരെ അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോ അവിടെ ഓടിട്ട 2 വീടുണ്ട്. ഓടിട്ട 2 വീടുണ്ട്. പക്ഷേ ദാമോദരന് 2 വീട് ഒരുപോലെ തോന്നും. അല്ല, എനിക്ക് മനസ്സിലായില്ല സാറേ, ഒന്നുകൂടെ പറഞ്ഞാൽ. ദാമോദരൻ ഇതുവഴി അങ്ങോട്ട് ഇറങ്ങുമ്പോ അവിടെ ഓടിട്ട ഒരു വീട് കാണാം. പക്ഷെ അത് 2 വീടാണ്. 2 വീടാണ്. ദാമോദരൻ ഒന്നായിട്ടേ തോന്നും. എനിക്കത് ഒന്നായിട്ടേ തോന്നും. അതിൽ 2ാമത്തെ വീടാണ് എന്റെ വീട്. 2ാമത്തെ വീടാണ് സാറിന്റെ. അവിടെയാണ് ഇത് കൊടുക്കേണ്ടത്. ദാമോദരൻ അവിടെ നിന്ന് വിളിക്കുമ്പോ എന്റെ ഭാര്യ വന്നത് മേടിച്ചു. കൊടുത്തോളാം. പിന്നെ ഉച്ചയ്ക്ക് ഉണ്ണാൻ ഞാൻ വരൂന്നൊന്ന് പറഞ്ഞേക്കണം. അത് പറഞ്ഞേക്കാം. അപ്പൊ സാറേ ശരിയല്ല, അങ്ങോട്ട് ഇറങ്ങുമ്പോ 2 വീട്, ഓടിട്ട വീട്. ഞാൻ നോക്കുമ്പോ ഒന്നായിട്ട് തോന്നും. അതിൽ 2ാമത്തെ വീട്ടിൽ കൊടുക്കും. എനിക്കാകെ നല്ല മീനുള്ളപ്പോ വരണം കേട്ടോ. അങ്ങോട്ട് നമ്മളെ തന്നെ മേടിക്കണം. മേടിക്കരുത്. അവിടെ വിളിച്ചോണേ. ഓ വിളിക്കാം. വണ്ടി കിട്ടുന്നല്ലേ? അമ്മേ, ഇത്തിരി ഉള്ളി പൊളിച്ച് തന്നെ. എന്താ നിനക്ക് വയ്യേ? ഇടി നിനക്ക് കാണാൻ വയ്യ ഞാൻ ഇവിടെ ജോലി കണ്ടിരിക്കുന്നത്. എന്റെ അമ്മ, ഞാനും ഒരു ജോലി ചെയ്യുമല്ലേ? അതും കൂടെ അങ്ങോട്ട് പൊളിച്ചിട്. എന്താ അമ്മ ഇങ്ങനെ പറയണേ? പിന്നെ എങ്ങനെ പറയണം? പിന്നൊരു കാര്യം, ഇന്നലത്തതുപോലെ കറിയിലുള്ള ഉപ്പെല്ലാം കൂടെ ഇന്നും എടുത്ത് കമത്തിയിട്ടുണ്ടെങ്കിൽ നിന്റെ മണ്ട അടിച്ച് ഞാൻ പൊട്ടിക്കും. അമ്മ എന്തിനാ അമ്മ ഇങ്ങനെ പറയണേ? പിന്നെ എങ്ങനെ പറയണം? ഇന്നലെ ഉപ്പൊന്നും കൂടുതൽ ഉണ്ടായിരുന്നില്ല. അമ്മ ആ കറി മുഴുവൻ കഴിച്ചല്ലോ. അയ്യേ, ഞാൻ പിന്നെ ആരെ കഴിക്കാതിരിക്കാൻ പറ്റുമോ? നീയൊക്കെ തരുന്നതല്ലേ എനിക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. നല്ല കാര്യമായി പോയി. എന്തിനാ അമ്മ? ഉപ്പിലൊരു ഇച്ചിരി ഉപ്പ് കൊടുക്കാണായിരിക്കും അല്ലേ? അത്രേ ഉണ്ടാവുള്ളൂ. എന്നാ അത്ര തന്നെ. എന്തായാലും കഴിച്ചല്ലോ ഞാൻ. ഏതായാലും ഈ കറിയിൽ ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അത് മറന്നുപോയിട്ട് അമ്മ ഒന്ന് ഉപ്പിടാതിരുന്നാ മതി. ഞാനൊന്നും അങ്ങനെ മറക്കത്തൊന്നുമില്ല. എനിക്ക് നല്ല ഓർമ്മശക്തി ഉള്ളതാ. ഓടിട്ട വീട് 2 വീടാണ്. എനിക്കൊന്നായിട്ടേ തോന്നുന്നുള്ളൂ. എന്തായാലും പൈസ കിട്ടി. ഇനിയിപ്പോൾ ഒന്നും 1-2
ചേച്ചിയായി പോയി, ചേച്ചിയായി പോയി. ആരാ ഈ സമയത്ത്? ആരായിരിക്കും? എന്തായാലും നീ ഒന്ന് പോയി നോക്ക്. അമ്മ ഇതൊന്ന് ഒടിച്ചു വെക്കണേ. തോന്നു കണക്കുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കറിക്കരിയുന്നതിന്റെ ഒരു ചന്തം. എന്താ മീനാ? മീനൊന്നും വേണ്ട. അയ്യോ, ഇവിടുത്തെ സാറിന് ഇവിടെ തരാൻ പറഞ്ഞു. ആ കരിമീനാ? ആ, നല്ല മുഴുത്ത കരിമീനാ. ഇതിനൊക്കെ ഭയങ്കര വില കൊണ്ടോ. ഇവിടെ വേണ്ട. പൈസ ഒന്നും ചേച്ചി തരണ്ട, അതൊക്കെ സാറ് തന്നു കഴിഞ്ഞു. പിന്നെ പ്രത്യേകം പറയാൻ പറഞ്ഞു, സാർ ഉച്ചയ്ക്ക് ഉണ്ണാൻ കാണും, നല്ലത് കണക്ക് കറി വെച്ച് വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു വഴിയില്ലല്ലോ. എനിക്ക് പിന്നെ അറിഞ്ഞു, സാറ് പ്രത്യേകം പറഞ്ഞതാ ചേച്ചി ഇത് കറി വെച്ച് വയ്ക്കാൻ. ഇതൊക്കെ വല്ലപ്പോഴേ കിട്ടും ചേച്ചി, കൊണ്ടുപോയി പോയി. അല്ല പിന്നെ കരിമീനോ? അമ്മേ, കരിമീൻ. ഇതെവിടെന്ന് ഏട്ടൻ വാങ്ങിയത്. അവനെവിടെ? ഏട്ടനല്ല, മീൻകാരൻ കൊണ്ട് തന്നു. ഉച്ചയാകുമ്പോഴത്തേക്ക് ഉണ്ണാൻ വരും, അപ്പോഴേക്ക് റെഡിയാക്കാൻ പറഞ്ഞേക്കുവാ. ആരെടുത്ത്? എന്നോട്. ആര് പറഞ്ഞ്? എടി ഒന്ന് മനസ്സിലാക്കിയതാ. ചേട്ടൻ കരിമീൻ എന്റെ പൊന്നമ്മേ, അമ്മയുടെ മോനുണ്ടല്ലോ എന്റെ ഭർത്താവ്, മനസ്സിലായി. അങ്ങേര് മേടിച്ച കരിമീൻ മീൻകാരന്റെ കയ്യിൽ കൊടുത്തു വിട്ടു. എന്നിട്ട് പറഞ്ഞു ഉച്ചയ്ക്ക് ഉണ്ണാൻ വരും, അപ്പോഴേക്ക് റെഡിയാക്കണോന്ന്. ഇപ്പൊ എല്ലാം ക്ലിയർ ആയില്ലേ? മാറങ്ങോട് സമയം ഇല്ലാത്തപ്പോ. അല്ല, നീ അത് വെള്ളത്തിലോട്ട് തട്ടിയിട്ടാണ് ഞാൻ കണ്ടിച്ച് കൈ എടുക്കാം. ആര്? ഞാൻ. എന്ത്? അമ്മയ്ക്ക് അതിനൊക്കെ പറ്റുമോ? പിന്നെ എടി, നിന്റെ കെട്ടിയവനെ പോലെ ആണ്ടിലും സംക്രാന്തിക്കും അല്ല ഞാൻ ഈ കരിമീൻ കണ്ടിട്ടുള്ളത്. എന്റെ ഹവീൽദാരുണ്ടായിരുന്നപ്പോ എന്നും ഈ വീട്ടിൽ കരിമീൻ തന്നെ ആയിരുന്നു. പച്ചക്കുരുമുളക് അരച്ച് പച്ചമുളകും കീറിയിട്ട് വറ്റിച്ച് വയ്ക്കുന്ന ആ കരിമീൻ തിന്നുന്നത് കാണാൻ ഒരു കല തന്നെയായിരുന്നു. ഇങ്ങനെ നോക്കി നിന്ന് പോകും. അമ്മേ, അമ്മ ഇത് എന്നും പറയുന്നതല്ലേ? ആ തന്നെടി, പറയും, എന്നും പറയും. എന്റെ ഹവീൽദാരെ കുറിച്ച് ഞാൻ എന്നും പറയും. അല്ല, ഈ കരിമീന്റെ കാര്യം വല്ലതും നടക്കുവോ? ആ, നീ ഇങ്ങോട്ട് മാറിയിരിക്കും, ഞാൻ കറി വെച്ചോളാം. മാറിയിരിക്കും. ഇങ്ങോട്ട് എടുത്തേ. വിരലൊന്നും മുറിച്ചായിലിടരുത്. അറിഞ്ഞല്ലേ അമ്മേ? നീ അതങ്ങോട്ട് ആ ഉള്ളിയും പച്ചമുളകൊക്കെ അങ്ങോട്ട് റെഡിയാക്കി വെക്കും. ഇനിയിപ്പം മെഴുക്കുരട്ടി വേണമെന്നില്ല നീ. ഇത് ഒടിച്ചതല്ലേ? എന്നാ പിന്നെ അത് കൂടെ ഇരിക്കട്ടെ. അമ്മേ, രാവിലെ എന്നോടൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അമ്മേ. അവൻ എന്റെ മോനാടി. അപ്പൊ നീ ഒരു കാര്യം ചെയ്യ്, വേഗം പോയി കഴിച്ചിട്ട് വാ. എന്ത് ഇന്നത്തെ സ്പെഷ്യലാ? അത് ശരി, വല്ല വിശേഷം വല്ലതും ഉണ്ടാ? ഒന്ന് പോ ഫാസിലിക്കാടും. അയ്യോ, ഞാൻ അത് ഉദ്ദേശിച്ചല്ലാട്ടാ പറഞ്ഞത്. എന്തുദ്ദേശിച്ച്? നിങ്ങളൊന്നും ഉദ്ദേശിക്കണ്ട, ഒന്ന് പോയേ. വാ കഴിക്കാം. ഒരു ഉദ്ദേശം നടക്ക്. പടച്ചോനെ, ഞാൻ ഈ വീട്ടിൽ എന്ത് പറഞ്ഞാലും കുരിശാകണില്ല. നീ എന്താ ഫാസിലിന് കൊടുത്തു വിട്ടത്? ഇന്നത്തെ സ്പെഷ്യല്. സ്പെഷ്യലാ? എന്ത് സ്പെഷ്യല്? എന്തായിരിക്കും ഇന്നത്തെ സ്പെഷ്യല്? നല്ല പുളിച്ച മോരേറിയായിരിക്കും. പിന്നെ പൊളിച്ചൊന്നും അല്ല, കരിമീൻ നല്ല കിഡിലനായിട്ടുണ്ട്. ഓ, എന്തിനാ ഈ കരിമീനൊക്കെ വാങ്ങിച്ചത്? എന്തുമാത്രം വില ഉണ്ട് അതിന്? വല്ല ചാണി വാങ്ങി കറി വെച്ചാ പോരെ? എന്തായിട്ട് ഇങ്ങനെ ചോദിക്കുന്നേ? സർപ്രൈസ് ഒക്കെ മതി, ഞാൻ ശരിക്കും ഞെട്ടി നിക്കുവാ. ഇതിപ്പോ ഞാനാ ഞെട്ടിയത്. എന്തായിട്ട് ഇങ്ങനെ പറയണേ? ഏട്ടനല്ലേ വാങ്ങി കൊടുത്തു വിട്ടേ? ഞാൻ വാങ്ങില്ല. ഏട്ടൻ വാങ്ങാതെയാണോ പിന്നെ അയാൾ ഇവിടെ കൊണ്ട് തന്നത്? ഏട്ടൻ ഉച്ചയ്ക്ക് വരും, നന്നായിട്ട് കറി വെക്കണമെന്നൊക്കെ പ്രത്യേകം പറഞ്ഞു വിട്ടാ എനിക്കറിയാം. മതി അഭിനയിച്ചത്. ആരെന്ന്? ആ മീൻകാരൻ. അപ്പൊ നിങ്ങള് കരിമീൻ വാങ്ങിച്ചിട്ടില്ലേ? ഏട്ടൻ കാര്യമായിട്ട് പറയണോ? ഏട്ടൻ വാങ്ങി കൊടുത്തു വിട്ടില്ലേ? വാങ്ങില്ലാന്ന്. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ആരോ കരിമീൻ മേടിച്ചു കൊടുത്തു വിട്ട്? ഓ, ഇപ്പൊ പിടികിട്ടി. എന്ത് പിടികിട്ടി? ഞങ്ങൾ ഇന്നൊരു കംപ്ലൈന്റ് തീർക്കാൻ വേണ്ടി ഒരു കക്ഷിയുടെ വീട്ടിൽ പോയി. അങ്ങേര് കരിമീൻ കറി വെച്ചോണ്ടിരിക്കുമ്പോഴാണ് കറണ്ട് പോയത്. അതൊക്കെ ശരിയാക്കി കഴിഞ്ഞ് ചില്ലറ വല്ലതും കിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തട്ടിമുട്ടിയൊക്കെ നിന്ന് പാസിൽ നന്നായിട്ട് ഇറക്കുകയും ചെയ്തു. പക്ഷെ പൈസ ഒന്നും കിട്ടിയില്ല. ഇനിയിപ്പോ കൈക്കൂലി പൈസ ആയിട്ട് കൊടുക്കണ്ടെന്ന് വിചാരിച്ച് പുള്ളി കരിമീൻ എങ്ങനെ കൊടുത്തായിരിക്കും? അതെങ്ങനെയായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കൃത്യമായിട്ട് കൊണ്ട് തന്നെ? അയാൾ എന്നോട് പേര് ചോദിച്ചു, വീട്ടുപേര് ചോദിച്ചു, അഡ്രസ്സ് ചോദിച്ചു, ഞാനെല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ആണോ? പിന്നെ അങ്ങനെ കൈക്കൂലിക്ക് വരാൻ കരിമീനൊക്കെ കിട്ടുവേട്ടാ? കിട്ടുവടി, അതല്ലേ ഈ ജോലിയുടെ മഹത്വം. സമ്മതിക്കണം. നീ ആ ഫാസിൽ കൊടുത്തു വിട്ടത് എന്തായാലും ഭംഗിയായി. കാരണം വേലി കൊണ്ട് പോസ്റ്റിന് മുകളിൽ കയറിയതവനാ. അതെ, എങ്ങനെ കറി വെച്ചത് പറ?
അത് പിന്നെ ചോദിക്കാനുണ്ടാ? അമ്മ ഇവിടെ ഇരുന്ന് എന്നും പറയില്ലേ, പച്ചക്കുരുമുളക് അരച്ച് പച്ചമുളക് കീറിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വറ്റിച്ച്. ഗ്യാസും കയറി വിശന്ന്. തങ്കം തങ്കം എന്താ ചോറെടുക്കടി. കയ്യും കഴിവില്ലല്ലോ, കുഴപ്പമില്ല. പെട്ടെന്ന് ആട്ടെ, വിശന്നിട്ട് അടപ്പളകിക്കുക. ഇതും പേടി കണ്ടിട്ടില്ലേ രസം? മറ്റെടുത്തിട്ട് വാ. എന്ത് മറ്റത്? നിങ്ങളെ ഞാൻ എന്തെന്നും പറഞ്ഞാ വിട്ടത് ഇവിടുന്ന്? തക്കാളി മേടിച്ചിട്ട് വരാൻ പറഞ്ഞായിരുന്നോ? എന്നിട്ട് ഇപ്പഴല്ലേ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? എടി തക്കാളി ഇല്ലെങ്കിൽ എന്ത് നല്ല ഉഗ്ര സാധനം ഞാൻ മേടിച്ചു കൊടുത്തല്ലോ, അത് നീ ഇങ്ങോട്ട് എടുക്ക്. നീ കളിക്കല്ലേ, ആ കരിമീൻ ഇങ്ങോട്ട് എടുത്തോണ്ടേ. എന്തെന്ന് കരിമീനോ? എവിടുന്ന്? മതി മതി, നിന്റെ അവരൊക്കെ മതി, ഇങ്ങോട്ട് എടുത്തോണ്ട് വാടി. എങ്ങനെ വെച്ചാ നീ അത് പറ്റിച്ചാണാ? അല്ല, പറ്റിച്ചിട്ട് ഞാൻ തല കുത്തി നിർത്തി അതിനെ. ക്ലീറ്റ് എനിക്ക് ദേഷ്യം വന്നിട്ടാ. എവിടെ കരിമീൻ ഇരിക്കണം? നിങ്ങൾ എനിക്ക് കരിമീൻ മേടിച്ചു തന്നിട്ടാ പോയേ. തങ്കം, നീ തമാശ കളിക്കരുത്, വിശന്നിരിക്കുക മനുഷ്യൻ. ഞാൻ ഇവിടുന്ന് കരിമീൻ എടുത്തു തരാനാ നിങ്ങൾ ആരുടെ കരിമീനും? ഞാൻ വല്ലതും പറയാ. എടീ, രാവിലെ മീൻകാരന്റെ കയ്യിൽ ഞാൻ കരിമീൻ മേടിച്ചിട്ട് ഇവിടെ തരാൻ പറഞ്ഞല്ലേ. 6 കരിമീൻ 500 രൂപയ്ക്ക് ഞാൻ മേടിച്ച് കൊടുത്തു വിട്ടതാ. എത്ര രൂപയ്ക്ക്? 6 എണ്ണം 500 രൂപയ്ക്ക്. അപ്പൊ ഞാൻ വിശ്വസിച്ചു. 500 രൂപയ്ക്കല്ലേ മേടിച്ചിട്ടുണ്ട്? നീ കളിക്കരുത്. അവൻ ഇവിടെ മീനും കൊണ്ട് വന്നപ്പോ നീ എവിടെയെങ്കിലും വാതിൽ തുറന്നിട്ട് വായി നോക്കാൻ പോയിട്ടുണ്ടാവും. ആ ഉവ്വ, എനിക്ക് അങ്ങനെ പരപ്പിനിധി കൂടി നടക്കലാണല്ലോ പണി. എനിക്ക് വീട്ടിലിരിക്കണ ഇഷ്ടമല്ലല്ലോ. നീ എന്തോന്ന് ബഹളം? എന്റെ അമ്മ വന്ന് കയറിയപ്പോ ഒരു കരിമീൻ പറഞ്ഞിട്ട് പെടക്കിയാന്നേ. ചുമ്മാ ഇരടി. അമ്മ, രാവിലെ ഞാൻ പോകുന്ന വഴിക്ക് മീൻകാരൻ നല്ല കരിമീൻ കൊണ്ടുവന്നു. 6 കരിമീൻ ഞാൻ 500 രൂപ എടുത്ത് മേടിച്ചിട്ട് ഇവിടെ കൊടുക്കാൻ പറഞ്ഞു. അവൻ ഇവിടെ കൊണ്ടുവന്നപ്പോ എവിടെയോ വായി നോക്കാൻ പോയി. അവൻ അതും കൊണ്ട് തിരിച്ചു പോയി. 500 രൂപയ്ക്ക് കരിമീൻ? നീയാ? എന്റെ അമ്മ 500 രൂപ ഞാൻ കൊടുത്ത്. ഇവള് കടയിലൊക്കെ പോകാൻ സാധനം മേടിക്കാൻ തരുന്ന പൈസ കുറച്ച് ഞാൻ അടിച്ചു മാറ്റി 500 രൂപ ഉണ്ടാക്കി വെച്ചിരുന്ന അതിലാ മേടിച്ചത്. ഞാൻ ആഗ്രഹിച്ച് മേടിച്ചതായിരുന്നു. എനിക്കങ്ങോട്ട് വിശ്വസിക്കാനൊക്കുന്നില്ല. ഓ, നിങ്ങൾ വിശ്വസിച്ചാലും കൊള്ളാം, എനിക്കല്ലേ സത്യം അറിയാവൂ. വട്ട് പറയണത് വേണമെങ്കിൽ ഇത് തിന്നിട്ട് നോക്കാം, ഞാൻ ഇപ്പൊ ഒഴിച്ചു കളയുന്നു. കളിക്കരുത് അമ്മ, ഞാൻ ആഗ്രഹിച്ച് മേടിച്ച് കൊടുത്തു വിട്ടേണം അമ്മ. ഓ, എന്റെ കരിമീന്. അയ്യോ, നിനക്ക് ഇത്രയും ആഗ്രഹമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ നീ എന്റെ അടുത്ത് പറഞ്ഞെങ്കിൽ 2 കഷ്ണം ഞാൻ തരുമായിരുന്നല്ലോ നിനക്ക് കൊണ്ടുവന്ന്. എവിടുന്ന്? അല്ല, അവിടെ നിന്ന് കരിമീനായിരുന്നു. അവിടെ എവിടുന്ന് കരിമീൻ കിട്ടി? അവിടെ എവിടുന്ന് കരിമീൻ കിട്ടാൻ? എന്റെ മോൻ കനകം വാങ്ങിച്ചു കൊടുത്തയച്ചത്. കനക ആ കരിമീൻ. ഓ, എന്താ സംഗതി ഇപ്പൊ എനിക്ക് പിടി കിട്ടി. എടി, ഞാൻ കൊടുത്തുവിട്ട കരിമീൻ ഉണ്ടല്ലോ, ഈ അവളുണ്ടല്ലോ ഒരുമ്പെട്ടവള്, കനകന്റെ ഭാര്യ, അവളത് പിടിച്ച് മേടിച്ച്. ആവശ്യമില്ലാത്തത് പറയരുത് അമ്മ, കളിക്കരുത്. ഇല്ല, അവളായതുകൊണ്ട് മേടിച്ചിട്ടുണ്ടാവും. അവളേല് പൈസ ഇല്ലായിരുന്നെന്ന്. അമ്മച്ചി, ഞാൻ പറഞ്ഞല്ലേ പൈസ ഞാൻ കൊടുത്തെന്ന്. നീ കൊടുത്ത്. എന്നാലും മോശമായി പോയമ്മേ. അല്ലാതെ അമ്മ, ഇനിയിപ്പോ അവിടെ കറി വെച്ചല്ലോ, ഒരു 2 കഷ്ണവും ചാറും കൊണ്ട് അമ്മ. അതെ, ഞാൻ ഒരു 2 കഷ്ണം വെച്ചിട്ട് ചാറും വച്ചിരുന്നു. പിന്നെ ഈ അവനെ കൊണ്ടാക്കാൻ വരുന്ന അവന്റെ കൂട്ടുകാരനുണ്ട്, എന്താ അവന്റെ പേര്? ഫാസില്. അവൻ വന്നപ്പം അവൻ അത് എടുത്തോട്ട് അവന്റെ ഇട്ട് കൊടുത്ത് അവൻ കൊണ്ടുപോയി. അല്ല, അതെ, ഇച്ചിരി ചാറെങ്കിലും തരാതല്ലേ. ഉള്ള കാര്യം ഞാൻ പറയട്ടെ, ഇത്തിരി ചാറുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ കഴിച്ചതിന് ശേഷം അവൻ 2 പറ്റ അതിനകത്തൊട്ട് പെരട്ടി വാരി അതങ്ങ് തിന്ന്. ഇത്രക്കും പെരട്ടി വാരി തിന്നാനായിട്ട് ഇച്ചിരി ബാക്കി വെക്കാൻ പറ്റില്ലായിരുന്നു അവന്. അവന്റെ സ്വഭാവം നിങ്ങൾക്ക് അവിടെ ഉണ്ട്. അവൻ കിടന്ന് ഉറങ്ങുന്നു. ഓഹോ, കണ്ടവന്റെ പൈസക്ക് തിന്നിട്ട് അവൻ അങ്ങനെ ഉറങ്ങുമല്ലേ? അല്ല, എന്റെ മോനെ നീ വഴക്കുണ്ടാക്കണ്ട. പിന്നെ അവൻ ഇന്നാണ് സത്യത്തിൽ നല്ലപോലെ ഭക്ഷണം കഴിച്ചത്. ആ ക്ഷീണം കൊണ്ട് അവൻ കിടന്ന് ഉറങ്ങും. കാശിൽ വെച്ച് തിന്നിട്ട് കിടക്കണല്ലേ അവനെ ഞാൻ ഉറക്കാൻ. അവനെ ചോദിച്ചിട്ടല്ലേ ബാക്കി തരാം. ആര്? നീയോ? നിനക്കെന്താ പ്രശ്നം? നിനക്കെന്താണ് പ്രശ്നം? നിന്നോട് ഞാൻ ആ പടികാരി ഇങ്ങോട്ട് വരരുത് പറഞ്ഞിട്ടില്ലേ? പിന്നെ നീ എന്തിനാ എന്റെ വീടിന്റെ മുമ്പിൽ വന്നൊന്ന് കുരയ്ക്കുന്നത്? ഞാനായിട്ട് വന്നതല്ല, നീയായിട്ട് എന്നെ വരുത്തിച്ചതാ. ഞാനായിട്ട് വരുത്തിച്ചതാ? ക്ലീറ്റോ, എന്താ നിന്റെ പ്രശ്നം? എനിക്ക് ഒരു അക്ഷരം മനസ്സിലാവില്ല. നീ മനുഷ്യൻ മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞോ, എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. കണ്ടവന്റെ മുതൽ കട്ട് തിന്നാ നാണം വേണോടാ. ആരാ കട്ട് തിന്നത്? നീ അല്ലടാ കള്ളൻ. നീ അല്ല എന്റെ പെങ്ങളെ അടിച്ചു മാറ്റി കൊണ്ടുപോയാൽ അല്ലേ? ആണുങ്ങള് കാശ് കൊടുത്ത് മേടിച്ച കരിമീൻ തിന്നിട്ട് ചിലക്കുന്ന കണ്ടില്ലേ? ആരടാ ആണ്? നീയാണ് ആണ്. കരിമീൻ വാങ്ങിക്കാൻ പറ്റിയൊരു മുതല്.
എടാ 10-700 രൂപ കൊടുക്കണം കരിമീന്. നിന്റെ കയ്യിൽ 7 രൂപയുണ്ടാ? 7 രൂപ. ഞാൻ കരിമീൻ തിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അധ്വാനിച്ചത്, ഞാൻ പോസ്റ്റിമേ വലിഞ്ഞു കയറിയത്, വെയിൽ കൊണ്ടത്, അതിനുള്ള പ്രതിഫലമാണ് കരിമീൻ. എടാ കനക, നിനക്കത് തെറ്റി. രാവിലെ ഞാൻ ഇല്ലാത്ത 500 രൂപ കൊടുത്ത് മീൻകാരൻ്റെ 6 കരിമീൻ മേടിച്ചിട്ട് എന്റെ വീട്ടിൽ കൊടുക്കാൻ പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നപ്പോ നിന്റെ ഈ പെണ്ണും പിള്ളേണ്ടല്ലോ മീൻകാരന്റെ കൈയും കൊണ്ടും കാണിച്ച് അടിച്ചു മാറ്റിയതാ ഇവിടെ. ഇത് ആണുങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത്. നീ വെറുതെ കയറി അഭിപ്രായം പറയാൻ ഇപ്പൊ എന്താ കാര്യം എനിക്ക് ഇവിടെ കിട്ടി. ഇവിടെ അമ്മ എന്തുണ്ടാക്കി കഴിഞ്ഞാലും അതിന്റെ ഒരു പങ്ക് നിങ്ങൾക്ക് കൊണ്ടുവന്ന് അങ്ങ് കൂട്ടുമല്ലോ. ഇന്നിവിടെ കരിമീൻ വാങ്ങിച്ചു, അതിന്റെ പങ്ക് നിങ്ങൾക്ക് കിട്ടിയില്ല, അതല്ലേ നിന്റെ ചൊരുക്ക്. ഇവിടെ പങ്കും ചോദിച്ച് ആരും വരാറില്ല. ആ മീൻകാരൻ ഇവിടെ വന്നപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ. അപ്പൊ അയാള് പറഞ്ഞു ഇവിടത്തെ സാറ് ഇവിടെ തരണോന്ന് പറഞ്ഞ് നിർബന്ധിച്ച് എന്റെ കൈ കൊണ്ട് തന്നതാ. അവിടെ സാർ ഇവിടുത്തെ ഇവിടെ ഒരു സാറേ ഉള്ളു അടി, നിന്റെ കെട്ടിയുള്ള സാറായിട്ട്. ഈ വീട്ടിലെ സാറ് എന്റെ ഏട്ടൻ തന്നെയാ. അയ്യോ കീറ കാട്ടിട്ട് പോസ്റ്റിനെ കൊണ്ടേക്കരുത്, അവനാണ് സാറ് പോലും. ഇതെന്താ പ്രശ്നം അറിയാവോ? കണ്ട ചെത്തുകാരും മീൻകാരും മുഴുവൻ കണ്ടവനെ മുഴുവൻ സാറേ സാറേ എന്നങ്ങ് വിളിച്ചോണ്ടിരിക്കും. സാറേ എന്ന് വിളിക്കാൻ യോഗ്യത ഉള്ളവനെ വിളിക്കണം, അല്ലാതെ ഈ കോമാളി രാഷ്ട്രീയക്കാരെയും മുഴുവൻ സാറേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. എടാ നിന്നെയൊക്കെ സാറേ എന്ന് വിളിക്കുന്നത് യോഗ്യത കൊണ്ടല്ലടാ, നാട്ടുകാരുടെ നിവർത്തികേട് കണ്ട. കറണ്ട് പോകുമ്പോൾ കറണ്ട് എങ്ങനെയെങ്കിലും വരാൻ വേണ്ടി നിന്നെയൊക്കെ സാറേ എന്ന് വിളിക്കുന്നതാ. അത് നീ യോഗ്യതയായിട്ട് കാണരുത്. കനക, നീ നോക്കിക്കോ, ഇതിന് വിലയുണ്ടെങ്കിൽ, ഇതിന് സത്യമുണ്ടെങ്കിൽ ഞാൻ കാസർഗോഡ് തരുക. അതിന് വിലയുണ്ടെങ്കിലേ സ്വന്തമായിട്ട് ഒരു ജോലി കണ്ടുപിടിക്കാൻ നോക്കും. മന്ത്രിമാരും MLA-മാരും എല്ലാരും കൂലിപ്പണിക്ക് പോകണമെന്നാണ്. ഇതേ ഒരു നിലയിലെത്തേണ്ട മനുഷ്യനാ. ഭയങ്കര നിലയിലെത്തും. ഈ കണക്കിന് പോയാൽ വലിയ നിലയിലെത്തും. സൈഡ് പിടിക്കുന്നോണ്ടാ ഇങ്ങനെ കൊറേ നേരമായാലും എച്ചിക്കണക്ക് പറയാൻ തുടങ്ങിയിട്ട്. എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങള്? എന്താ എനിക്കറിയില്ലമ്മ. ഇവിടെ കരിമീൻ വാങ്ങിച്ചു പറഞ്ഞിട്ട് വെറുതെ വിഷയം ഉണ്ടായിക്കൊണ്ട് നിൽക്കാണ്. അയ്യോ എടാ, കരിമീൻ വാങ്ങിച്ചാൽ എന്തോന്ന് വിഷയം? എനിക്കറിഞ്ഞൂടാ കാര്യം. അമ്മ കാശ് കൊടുത്ത് മേടിച്ചോ, അതിന്റെ ദണ്ണമുണ്ട്. ഞാന് കാശ് കൊടുത്ത് മേടിച്ച എനിക്ക് ആ പൈസ കിട്ടണം. അമ്മേ, ഇങ്ങേരുടെ കയ്യിൽ ചില്ലി കാശുണ്ടോ കരിമീൻ മേടിക്കാൻ വേണ്ടിട്ട്? എടി കേറി പോടി. ഈ കള്ളൊന്നും പറഞ്ഞ അമ്മ വിശ്വസിക്കൂല. ഞങ്ങൾ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട, ഞാൻ പണിയെടുക്കണില്ലേ? നീ പിന്നെ നിങ്ങൾ എന്താ 500 രൂപയ്ക്കൊക്കെ കരിമീൻ വാങ്ങിച്ചങ്ങനെ തിന്നാൻ പറ്റിയ പാർട്ടിയാണല്ലോ. ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെടാ, ഞങ്ങൾക്ക് ഞങ്ങളെ കാശ് കിട്ടണം. എടാ എച്ചി കണക്ക് പറയണ്ട, നിർത്ത്. എന്താ ചേട്ടടാ, കാശ് കൊടുക്കടാ. എന്നാ പിന്നെ എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, 5 പൈസ ഞാൻ കൊടുക്കൂല. എത്ര രൂപയുടെ? 750 രൂപ. നീ നേരത്തെ എന്താ പറഞ്ഞത്? 500 രൂപ എന്നല്ലേ? 250 രൂപ വാങ്ങിക്കണം. 250 രൂപ കടമുണ്ട്, അവന് ബാക്കി കൊടുക്കണം. അമ്മ ഈ 250 രൂപയുടെ ബാക്കി ഞാൻ കടമായിട്ട് വെച്ചിട്ടുണ്ട്, അത് കൊടുക്കണം. എന്തായാലും നാറിയ കണക്കല്ലേ, കൊടുത്തേരാ 750. കൊടുക്കില്ല അമ്മ, കരിമീന്റെ പേരിൽ 5 പൈസ ഞാൻ കൊടുക്കില്ല. നീ എന്റെ കയ്യിൽ കരിമീന്റെ പൈസ പിരിക്കുമെന്നാണ് അത് കിട്ടുമെന്ന് നീ വിചാരിക്കണം. നീ പാട്ട് പോ. കൊള്ളൂല്ല. അല്ല എന്തായാലും നീ പഠിച്ചു നക്കില്ലേ? അത് പോരാത്തതിന് ചട്ടിക്കകത്ത് ചോറിട്ട് വരവേ തിന്നേം ചെയ്തു. എന്നിട്ട് എന്തോന്നാടാ അമ്മ, ഇവൻ വാ പൊളിച്ച നുണേ പറയൂ. ഇത് പറയുന്നത് മുഴുവൻ നുണയാണ്. നിർത്തിയാലാ. ഇനിയിപ്പൊ എന്തായാലും ഈ വീട്ടിൽ കിടന്ന് ഞാൻ എച്ചി കിടക്ക് പറയാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഉള്ള കാര്യം ഞാൻ പറയാല. നിന്റെ 750 രൂപ ഞാൻ തരാം. അമ്മ പൈസ കൊടുക്കണ്ടമ്മ. എടാ, നാറിയ കണക്ക് ഇവിടെ കിടന്ന് പറയുന്നതിനേക്കാളും കൊടുത്ത് തീർക്കുന്നതല്ലേ നല്ലത്. പക്ഷെ ഒരു കാര്യമുണ്ട്, 750 രൂപ തരുമ്പം നിന്റെ കരിമീന്റെ പ്രശ്നം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോളണം. ഇനി മേലിൽ ഇതിനെ കുറിച്ചൊരു സംസാരം ഇവിടെ ഉണ്ടായി പോകരുത്. പിന്നെ ഞാൻ ഇതൊക്കെ സഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ കൊച്ചിനെ കരുതി മാത്രമാണ്. ഒരു 12 വർഷത്തിന് മുമ്പ് നീ ഇവിടെ വന്നത് നിനക്ക് അറിയാമോടാ? ഒരു ദിവസം നീ ഇവിടെ നിന്ന് തിന്നത് 10 പൈസ വെച്ച് കൂട്ടിയാലും ലക്ഷക്കണക്കിന് രൂപ എനിക്ക് തരാനുണ്ട്, അത് ഓർമ്മ വേണം. അമ്മ, നിങ്ങൾ എനിക്ക് പൈസ തരാത്തതിൽ വിഷമമില്ല. പിന്നെ പക്ഷെ ഇവിടെ കരിമീൻ മേടിച്ചത് ഞാനാണെന്നുള്ളത് സത്യം. അത് കർത്താവിനും അറിയാം, എനിക്കും അറിയാം. പക്ഷെ ആ സത്യം നിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാ എന്റെ വിഷമം. അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, നല്ല എന്റെ തങ്കം, നീ എങ്ങനെ വിശ്വസിക്കോടി? കർത്താവെ, ഞാൻ ഇനി ഇത് ആരോട് പറയും?